എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നാട്ടിലൊക്കെ മഴ കിട്ടി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് നല്ല ചൂടായിട്ട് വരുവാണേ. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന റെസിപ്പി അയല പൊള്ളിച്ചതാണേ. അപ്പം വാഴയിലയൊന്നുമില്ല, ഇവിടെ വാഴയിലയൊക്കെ വാങ്ങിക്കണേ, മാളിലൊക്കെ പോകണം. പിന്നെ അത് തന്നെയല്ല, നാട്ടിലെ പോലെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടാനൊന്നും ഇല്ലല്ലോ, നമ്മൾ വാങ്ങിക്കണ്ടേ. അപ്പം നമുക്ക് വാഴയില ഇല്ലാതെ പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മുഴുത്ത അയല വെട്ടിയതിന് ശേഷം വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് നന്നായിട്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 10-20 കൊച്ചുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 കഷ്ണം വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഒരു ചെറിയ സവോളയാണ്, അതും നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയുടെ പാലാണ് ഇവിടെ, 1-ാം പാലാണ് പിഴിഞ്ഞിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അകറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചതും ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സവോള ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഈ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. തക്കാളിയൊക്കെ ഒന്ന് ആവിക്ക് വെന്ത് വരണം, അതുവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ചെറുതീയിൽ വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ ഏകദേശം തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണേ. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവയൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് അത്യാവശ്യം എരിവുണ്ട് ഈ മുളകിന്, അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മളൊരു കഷ്ണം പുളി എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. ചെറിയതായിട്ട് ഗ്രേവി ആകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വേണം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു സെമി ഗ്രേവി ആയിട്ട് നമുക്ക് എടുത്താൽ മതി. അത് കഴിയുമ്പോഴത്തേനാണ് നമ്മൾ ഇതിലേക്ക് അയല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്, ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അയല ഇട്ട് കൊടുക്കാം. അയല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ആ ഗ്രേവി ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഉള്ളത് കോരി ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ അങ്ങനെ കോരി ഒഴിച്ച് കൊടുത്താലേ ഉള്ളൂ 2 ഭാഗത്തും നമ്മളുടെ മീനിൻ്റെ ഗ്രേവിയൊക്കെ ചെല്ലത്തുള്ളൂ. അത് തന്നെയല്ല, വരഞ്ഞിരിക്കുന്നതിനകത്തൊക്കെ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ കയറിയാലാണ് അടിപൊളി ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഞാനതൊന്ന് എല്ലാം കോരി ഒഴിച്ചൊക്കെ ഒന്ന് കൊടുക്കുവാണ്. അതിന് ശേഷം നമുക്കിനി ഇത് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഇളക്കി മറിച്ചും തിരിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണേ. അപ്പോഴേ ഉള്ളൂ 2 ഭാഗത്തും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് വരത്തുള്ളേ. ഇപ്പം നമ്മുടെ അയലയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. തലപ്പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതാണിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്.
തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് തവി ഉപയോഗിച്ച് ഇളക്കണ്ട. നമുക്ക് ഈ ഹാൻഡിലെ പിടിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്നുകൂടെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം നല്ല വറ്റി വരണ്ട് നമ്മുടെ അയലയിലെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റുള്ള ഒരു മീൻ പൊള്ളിച്ചതാണേ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.